അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് IndAS 12 ഇൻകം ടാക്സസിൽ നിന്നുള്ള കോൺസെപ്റ്റ് ആണ്. അതായത് ടാക്സേഷൻ എന്ന് പറയുന്ന സാധനം എങ്ങനെ അക്കൗണ്ട് ചെയ്യണം, അല്ലെങ്കിൽ ടാക്സേഷൻ എന്ന് പറയുന്ന കാര്യം റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ടാക്സ് എന്ന് പറയുന്ന സംഭവം ഇൻകം ടാക്സ് ലോ പ്രകാരമാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇൻകം ടാക്സ് എന്ന് പറയുന്ന സംഭവം, അപ്പോൾ ഇൻകം ടാക്സ് ലോ പ്രകാരം കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ്, ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞൊരു എൻട്രി പാസ് ചെയ്താൽ പോലെ. എന്തിനാണ് ഒരു വലിയ സ്റ്റാൻഡേർഡ് ഒക്കെ വെച്ച് ഈ ഇൻകം ടാക്സ് അക്കൗണ്ട് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ? ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് നമ്മുടെ ക്ലാസ് ആദ്യം തുടങ്ങേണ്ടത്. ഓക്കെ, നമുക്ക് എന്തിനാണ് ഇൻകം ടാക്സിന് ഒരു സെപ്പറേറ്റ് സ്റ്റാൻഡേർഡ് ഉള്ളത്? വാട്ട് ഈസ് ദി ഇന്റൻഷൻ ഓഫ് ദി സ്റ്റാൻഡേർഡ്? അപ്പോൾ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യം, നമ്മളുടെ അക്കൗണ്ട്സിൽ പല ഐറ്റവും ട്രീറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഇൻകം ടാക്സിലും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന പല രീതികളുണ്ട്. ഇത് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അക്കൗണ്ട്സിൽ നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും അക്കൗണ്ട് ചെയ്യുക. നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അനുസരിച്ച്, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് ഇത് അക്കൗണ്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇൻകം ടാക്സിലെ ഇൻകം ടാക്സ് ലോയിലുള്ള പ്രൊവിഷൻസ് അനുസരിച്ചാണ് അതിനെ നമ്മൾ അക്കൗണ്ട് ചെയ്യുക. പലപ്പോഴും അക്കൗണ്ട്സിൽ ട്രീറ്റ് ചെയ്യുന്ന രീതിയും ഇൻകം ടാക്സിൽ ട്രീറ്റ് ചെയ്യുന്ന രീതിയും സെയിം ആയിരിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ ബുക്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന അതേ എമൗണ്ട് അല്ല ഇൻകം ടാക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ അക്കൗണ്ട്സിൽ വരുന്ന അക്കൗണ്ടിങ് ഇൻകം, പ്രോഫിറ്റ് ബിഫോർ ടാക്സും നമ്മളുടെ ടാക്സിൽ വരുന്ന ടാക്സബിൾ ഇൻകം, ഇത് രണ്ടും എപ്പോഴും ഈക്വൽ ആയിരിക്കില്ല. ശരിയല്ലേ? നമ്മുടെ അക്കൗണ്ട്സിൽ വരുന്ന അക്കൗണ്ടിങ് ഇൻകവും ടാക്സിൽ വരുന്ന ടാക്സബിൾ ഇൻകവും രണ്ടും ഈക്വൽ ആയിരിക്കില്ല, ബിക്കോസ് ഓഫ് ദി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം. ഓക്കെ, അക്കൗണ്ടിങ് പ്രൊവിഷൻസും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും ടാക്സേഷൻ ലോയും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് കൊണ്ട് അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും മിക്കപ്പോഴും സെയിം ആയിരിക്കില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് ഇൻകമായ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ഡ്യൂ ആകുന്ന എക്സാക്ട് എമൗണ്ട് ഓഫ് ടാക്സ് ആയിരിക്കില്ല നമ്മളുടെ ഇൻകം ടാക്സ് ലോ പ്രകാരം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ അക്കൗണ്ടിങ് ഇൻകമായ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ഡ്യൂ ആകുന്ന ആക്ച്വൽ ടാക്സ് ആയിരിക്കില്ല ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻസ് പ്രകാരം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് ലോ അനുസരിച്ച് എന്താണ് നമുക്ക്, എത്രയാണ് നമ്മളുടെ ഇൻകം വരുന്നത് അത് കണ്ടുപിടിച്ച് അത് ടാക്സ് എന്തായാലും അടയ്ക്കണം. അത് കൂടാതെ അക്കൗണ്ട്സിൽ അക്കൗണ്ടിങ് ഇൻകത്തിൽ ഡ്യൂ ആകുന്ന ടാക്സ് വരാൻ വേണ്ടി എക്സ്ട്രാ നമ്മൾ ടാക്സേഷൻ ലോ ഉപയോഗിച്ച് എന്താണ്, ഏതെങ്കിലും ഈ വർഷം ഡ്യൂ ആകുന്ന ടാക്സ് അടുത്ത പീരിയഡിലേക്ക് നമ്മൾ ഡെഫർ ചെയ്തോ, അല്ലെങ്കിൽ ഈ പീരിയഡിൽ നമ്മൾ കൂടുതൽ ടാക്സ് അടച്ചോ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ ആ ടാക്സ് ഫ്യൂച്ചറിലേക്ക് മാറ്റിയ കോമ്പോണന്റ് എന്താണോ അതിനെ മാച്ചിങ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യാൻ, അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് കംപ്ലൈ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു കമ്പ്യൂട്ടേഷൻ എടുക്കും. എന്നിട്ട് അതിനെ ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞും അക്കൗണ്ട് ചെയ്യും. ഇങ്ങനെ അക്രൂവൽ ബേസിസും മാച്ചിങ് കോൺസെപ്റ്റും കംപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ ടാക്സിനെ അക്കൗണ്ട് ചെയ്യാം, അതാണ് AS 12 അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം ആയാലും IndAS 12 ഇൻകം ടാക്സസ് ആയാലും നമ്മൾ കാണുക. ഈ ലോജിക്ക് ക്ലിയർ ആണോ? എന്തിനാണ് ഇൻകം ടാക്സിൽ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളത്? ക്ലിയർ ആണോ? നമ്മളുടെ അക്കൗണ്ടിങ് ഇൻകത്തിൽ ഡ്യൂ ആകുന്ന എക്സാക്ട് ടാക്സ് അല്ല ടാക്സേഷൻ പ്രകാരം നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എത്രയാണോ അക്കൗണ്ടിങ് ഇൻകത്തിൽ ഡ്യൂ ആകുന്ന മാച്ചിങ് കോൺസെപ്റ്റ് അനുസരിച്ച് വരേണ്ട ടാക്സ്, അതിൻ്റെ ഇഫക്റ്റ് PNL വരാനും, എത്രയാണോ നമുക്ക് അക്രൂഡ് ആയിട്ടുള്ള ടാക്സ് ലയബിലിറ്റി അത് നമ്മളുടെ ബുക്സിൽ വരാനും വേണ്ടിയാണ് ഇൻകം ടാക്സിന്റെ സ്റ്റാൻഡേർഡ് ഉള്ളത്. അപ്പോൾ നമ്മളുടെ IndAS 12 പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഇന്റർമീഡിയറ്റ് ലെവലിൽ കവർ ചെയ്ത AS 22 ഞാനൊന്ന് ബേസിക് ആയിട്ടൊന്ന് കവർ ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ AS 22 നമ്മളുടെ ബേസിക് ആയിട്ട് ഞാനൊന്ന് കവർ ചെയ്യുവാണ്. AS 22 ഓർമ്മയുള്ളതാണോ നിങ്ങൾക്ക്? AS 22 ഓർമ്മയുള്ളതാണോ? ആണോ? ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. AS 22 നമ്മൾ നോക്കിയാൽ
അതിനകത്ത് ഒരു ടാക്സ് എക്സ്പെൻസ് എന്ന് പറയുന്ന സംഭവം എടുത്താൽ AS22 അനുസരിച്ച് നമ്മുടെ ഒരു പീരിയഡിന്റെ ടാക്സ് എക്സ്പെൻസ് എടുത്താൽ ആ ടാക്സ് എക്സ്പെൻസിൽ 2 കോമ്പോണന്റ് ആണ് മേജർലി ഉണ്ടാവുക. ഒന്ന് കറന്റ് ടാക്സ്, 2 ഡെഫേർഡ് ടാക്സ്. ഓക്കെ, അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് കറന്റ് ടാക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ടാക്സ് computed in accordance with taxation law. It is the tax computed in accordance with taxation law. നമ്മളുടെ ടാക്സേഷൻ ലോ അനുസരിച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത ടാക്സ് എന്താണോ അതിനെയാണ് നമ്മൾ കറന്റ് ടാക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഡെഫേർഡ് ടാക്സ് എന്ന് പറയുന്ന സംഭവം ഒന്ന് നോക്കിയാൽ അവർ പറയുന്ന ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫ്യൂച്ചർ ടാക്സ് കോൺസിക്വൻസ് ഓൺലി. ഇറ്റ് ഈസ് ദി future tax consequence on the timing differences between accounting income and taxable income. These are the future tax consequence on the timing differences between accounting income, okay, accounting income and taxable income. ഇതാണ് നമ്മളുടെ AS22 എടുത്താൽ ടാക്സിനെ കുറിച്ച് പറയുന്നത്. ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ 2 കോമ്പോണന്റ് ആണുള്ളത്, കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഈ കറന്റ് ടാക്സ് ഡെഫേർഡ് ടാക്സ് നമ്മൾ നോക്കുമ്പോൾ കറന്റ് ടാക്സ് ടാക്സേഷൻ ലോ പ്രകാരം ടാക്സബിൾ ഇൻകത്തിൽ ഡ്യൂ ആവുന്ന ടാക്സ് ആണ്. അതിൽ ലോ പ്രകാരം നമ്മൾ എന്താണോ കണ്ടുപിടിക്കും. ഇനി ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും. അക്കൗണ്ടിങ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യുവർ പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇതിനെയും ടാക്സബിൾ ഇൻകത്തിനെയും തമ്മിൽ കമ്പയർ ചെയ്യും. എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസസ് എടുക്കും. ആ ഡിഫറൻസസിൽ ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഐറ്റത്തിൽ മാത്രമാണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് ഇൻകം ടാക്സിൻ്റെ AS22 നമ്മൾ നോക്കുവാണെങ്കിൽ ഡിഫറൻസസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം, ഡിഫറൻസസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം നമ്മൾ നോക്കുവാണെങ്കിൽ എങ്ങനെയിരിക്കും? നമുക്ക് 2 രീതിയിലുള്ള ഡിഫറൻസസ് ആണ് അവിടെ ഉള്ളത്. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഡിഫറൻസ് ആണ് പെർമനന്റ് ഡിഫറൻസ്. പെർമനന്റ് ഡിഫറൻസസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡിഫറൻസസ് ആണ് ടൈമിംഗ് ഡിഫറൻസസ്. ഞാൻ AS22 ഒന്ന് നിങ്ങൾക്ക് വേണ്ടി റിവൈസ് ചെയ്യുന്നതാണ്, വേറൊന്നിനു വേണ്ടിയല്ല. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള മോഡലാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ നമ്മളുടെ ഇന്ററിൽ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടിക്കലി കൂടുതലും ചെയ്തിട്ടുള്ളത് ഇതാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ആ പേഴ്സ്പെക്റ്റീവ് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പം നമ്മളുടെ തോട്ട് പ്രോസസ് ഒന്ന് ക്ലിയർ ആവണമെങ്കിൽ ഈ ഒരു സാധനം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ഡിഫറൻസസ്, ഈ പറയുന്ന AS22 പേഴ്സ്പെക്റ്റീവിലുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇപ്പം ഡിഫറൻസസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം നമ്മൾ എടുക്കുന്നു. അതിനെ നമ്മൾ 2 ആയിട്ട് തിരിക്കും, പെർമനന്റ് ഡിഫറൻസും ടൈമിംഗ് ഡിഫറൻസും. പെർമനന്റ് ഡിഫറൻസും ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പെർമനന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ these are the differences between accounting income and taxable income that arise in one period, and do not reverse subsequently. Okay അല്ലേ? അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും തമ്മിലൊരു ഡിഫറൻസ് വന്നു, പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ഫ്യൂച്ചറിൽ റിവേഴ്സ് ആവില്ല. ഫോർ എക്സാമ്പിൾ നമ്മളുടെ 40A3 ഡിസലവൻസ്, ഓക്കെ, 40A3 ഡിസലവൻസ് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു പേയ്മെന്റ് അതർ ദാൻ ബൈ വേ ഓഫ് അക്കൗണ്ട്, പേ ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓർ ബൈ ഇലക്ട്രോണിക് മീൻസ് 10,000-ൽ കൂടുതൽ ഒരു പാർട്ടിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇൻകം ടാക്സിൽ ഡിസലോ ചെയ്യും, ശരിയല്ലേ? റൈറ്റ്. ഇനി ഈ വർഷം അത് ഡിസലോ ചെയ്താൽ പിന്നീട് ഒരിക്കലും അതിന്റെ ക്ലെയിം എടുക്കാൻ പറ്റില്ല. ഇറ്റ് ഇസ് ഡിസലൗഡ് ഫോർ എവർ. നമ്മുടെ ടാക്സബിൾ ഇൻകം അക്കൗണ്ടിങ് ഇൻകത്തിൽ നിന്ന് അത്രയും കൂട്ടിയിട്ടുണ്ട്, അതിനോട് ചേർത്ത് ടാക്സ് പേ ചെയ്യണം. ഫ്യൂച്ചറിൽ ഇപ്പം നമ്മൾ കൂടുതൽ ടാക്സ് പേ ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ കുറവ് ടാക്സ് വരുന്നതോ അങ്ങനെ ഒരു ഇമ്പാക്റ്റും വരില്ല. ഈ പറയുന്ന ഡിഫറൻസിന്റെ ഇമ്പാക്റ്റ് ഈ പീരിയഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അങ്ങനെയുള്ള ഡിഫറൻസസിനെയാണ് നമ്മൾ
പെർമനന്റ് ഡിഫറൻസ് എന്ന് പറയുക. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ മാച്ചിങ് കോൺസെപ്റ്റ്. ശരിയല്ലേ? ഒന്നിൽ കൂടുതൽ പീരീഡിനെ അഫക്ട് ചെയ്താലേ മാച്ചിങ് കോൺസെപ്റ്റിൽ ഇഫക്റ്റ് ഉള്ളൂ. മാച്ചിങ് കോൺസെപ്റ്റിൽ ഇതിന് നമ്മുടെ പെർമനന്റ് ഡിഫറൻസിന് ഇഫക്റ്റ് ഇല്ല. അതുകൊണ്ട് നോ ഡെഫേർഡ് ടാക്സ് ഇസ് റെക്കഗ്നൈസ്ഡ് ഓൺ ദിസ്. ഓക്കെ ആണോ? അതുകൊണ്ട് നോ ഡെഫേർഡ് ടാക്സ് ഇസ് റെക്കഗ്നൈസ്ഡ് ഓൺ ദിസ്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? പെർമനന്റ് ഡിഫറൻസ്. These are the differences between accounting income and taxable income that arise in one period and do not reverse subsequently. അതിന് does not have any effect on matching concept, no deferred taxes recognized. ഇതാണ് നമ്മളുടെ പെർമനന്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഉള്ളത്. ഇനി രണ്ടാമത്തെയാണ് നമുക്ക് ഏത്? ടൈമിംഗ് ഡിഫറൻസ്. ടൈമിംഗ് ഡിഫറൻസ് അവർ പറയുന്നത് ഇതാണ്: these are the differences between accounting income and taxable income that arise in one period and capable of being reversed in one or more subsequent periods. Okay, ഇത് ഒരു പീരിയഡിൽ ഡിഫറൻസ് വരുന്നു and it is capable of being reversed in one or more subsequent periods. Okay, ഒരു പീരിയഡിൽ ഡിഫറൻസ് വന്നു, അതിന്റെ ഇഫക്റ്റ് ഫ്യൂച്ചറിൽ റിവേഴ്സ് ആവാൻ കേപ്പബിൾ ആണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മളുടെ ഇൻക്രീസ്ഡ് ഡിപ്രീസിയേഷൻ ഇൻ ഇൻകം ടാക്സ്. നമ്മൾ ഇൻകം ടാക്സിൽ നമ്മളുടെ ഡിപ്രീസിയേഷൻ ബുക്സിലുള്ളതിനേക്കാൾ കൂടുതൽ ക്ലെയിം ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഇൻക്രീസ്ഡ് ഡിപ്രീസിയേഷൻ ഇൻ ഇൻകം ടാക്സ് എന്താണ്? ഒരു ടൈമിംഗ് ഡിഫറൻസ് ആണ്. അതായത് ബുക്സിലാണെങ്കിലും ഇൻകം ടാക്സിലാണെങ്കിലും അസറ്റിന്റെ കോസ്റ്റ് ആണ് നമ്മൾ യൂഷ്വലി ഡിപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഇൻക്രീസ്ഡ് ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സ് നമ്മൾ ക്ലെയിം ചെയ്താൽ അത് സബ്സീക്വന്റ്ലി എന്ത് ചെയ്യും? ബുക്സിൽ കൂടുതൽ വരുന്ന സമയത്ത് ഇൻകം ടാക്സിൽ അത്രയും കുറവേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ രണ്ടിടത്തും ഓവർ ദ പീരിയഡ് നമ്മൾ ക്ലെയിം ചെയ്യുന്ന ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. ഓക്കെ, അപ്പം ഇനീഷ്യൽ ഇയേഴ്സിൽ കൂടുതൽ ഡിപ്രീസിയേഷൻ ഇൻകം ടാക്സിൽ ക്ലെയിം ചെയ്താൽ അന്നേരം ആദ്യം ബുക്സിലുള്ളത് ഡിസലോ ചെയ്തിട്ട് കൂടുതൽ ഡിപ്രീസിയേഷൻ എടുക്കും. ഇയർ ആഫ്റ്റർ ഇയർ എന്ത് സംഭവിക്കും? ബുക്സിലുള്ളത് കൂടുതലും ഇൻകം ടാക്സിലുള്ളത് കുറവും വരും. അങ്ങനെ എത്രയാണോ എക്സസ് ക്ലെയിം ചെയ്തത് അതിന്റെ ഇഫക്റ്റ് ഫ്യൂച്ചറിൽ റിവേഴ്സ് ആകും. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ റിവേഴ്സ് ആകാൻ പറ്റുന്ന ഡിഫറൻസുകളെയാണ് ടൈമിംഗ് ഡിഫറൻസ് എന്ന് വിളിക്കുക. ഒരു പീരിയഡിൽ നമ്മൾ കൂടുതൽ ഡിഡക്ഷൻ എടുത്ത് ടാക്സ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതനുസരിച്ച് കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. ഒരു വർഷം ആ പറയുന്ന പീരിയഡിൽ P&L എക്സ്പെൻസ് വരേണ്ടിയിരുന്നത് എക്സ്പെൻസ് വന്നിട്ടില്ല എങ്കിൽ ആ സിറ്റുവേഷനിൽ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും? അതിൻ്റെയും കൂടി ക്ലെയിം എടുത്ത് അത്രയും കൂടി ഫ്യൂച്ചറിലെ ടാക്സ് ഇത് കുറയ്ക്കും. ഇങ്ങനെ ഒരു വർഷത്തിലെ ടാക്സ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തതിന്റെ ഇഫക്റ്റ് ഫ്യൂച്ചറിൽ റിവേഴ്സ് ആകുന്ന രീതിയിലുള്ള ഡിഫറൻസുകളാണ് ടൈമിംഗ് ഡിഫറൻസ്. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാവുന്നതാണ് 43B ഡിസലവൻസ്. എന്താണ്? നമുക്ക് ചില പേയ്മെന്റ് ബേസിസിൽ അലോ ചെയ്യുള്ളൂ. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു PF, ഇൻട്രസ്റ്റ് പേയ്മെന്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പൊ ഈ സാധനങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്? അത് ആദ്യം നമ്മൾ അക്രൂവൽ എൻട്രി പാസ് ചെയ്ത ഇയറിൽ P&L എക്സ്പെൻസ് വരുന്നുണ്ടാവും. പേ ചെയ്യാത്തതുകൊണ്ട് ഇൻകം ടാക്സിൽ ക്ലെയിം കിട്ടൂല. പക്ഷെ നെക്സ്റ്റ് ഇയറിൽ അത് പേ ചെയ്യുമ്പോൾ ബുക്സിലായ എക്സ്പെൻസ് നേരത്തെ എടുത്തു പോയതാണ്. അപ്പൊ വീണ്ടും നമുക്ക് P&Lലേക്ക് അത് ഇടാൻ പറ്റില്ല. പക്ഷെ ഇൻകം ടാക്സിന് അത്രയും കൂടി എക്സ്പെൻസ് അലോ ചെയ്യും. അപ്പൊ എന്താണ്? ഒരു വർഷം നമ്മൾക്ക് ഡിസലവൻസ് വന്നു, ആ വർഷത്തെ ടാക്സ് കൂട്ടി. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും? പേ ചെയ്യുന്ന പീരിയഡിൽ അതുകൂടി ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറച്ച് ആ വർഷത്തെ ടാക്സബിൾ ഇൻകം കുറയ്ക്കും. ഇങ്ങനെ ഒരു ഡിഫറൻസ് ഒരു പീരിയഡിൽ വരുന്നു, അത് ഫ്യൂച്ചറിൽ റിവേഴ്സ് ആവാൻ കേപ്പബിൾ ആണെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻസസിനെയാണ് ടൈമിംഗ് ഡിഫറൻസ് എന്ന് വിളിക്കുക. അപ്പൊ അത് ഒന്നിൽ കൂടുതൽ പീരിയഡിനെ അഫക്റ്റ് ചെയ്യും. Therefore, it will have impact on matching concept. ഇതിന് മാച്ചിങ് കോൺസെപ്റ്റിൽ ഇമ്പാക്ട് ഉണ്ടാവും. ഓക്കെ, ഇറ്റ് വിൽ ഹാവ് ഇമ്പാക്ട് ഓൺ മാച്ചിങ് കോൺസെപ്റ്റ്. ഇതിന് മാച്ചിങ് കോൺസെപ്റ്റിൽ ഇമ്പാക്ട് ഉണ്ടാവും. Therefore, deferred tax will be recognized.
വിൽ ബി റെക്കഗ്നൈസ്ഡ്. ഓക്കെ ആണോ? നമ്മൾ ഡെഫേർഡ് ടാക്സ് റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ഡെഫേർഡ് ടാക്സ് റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, ഡെഫേർഡ് ടാക്സ് വിൽ ബി റെക്കഗ്നൈസ്ഡ്. ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദി ഡിഫറൻസസ് ബിറ്റ്വീൻ അക്കൗണ്ടിംഗ് ഇൻകം ആൻഡ് ടാക്സബിൾ ഇൻകം which are arise in one period and capable of being reversed in one or more subsequent periods. അപ്പോൾ അതിന് ഇമ്പാക്ട് ഓൺ മാച്ചിങ് കോൺസെപ്റ്റ് ഉണ്ട്. ഡെഫേർഡ് ടാക്സ് വിൽ ബി റെക്കഗ്നൈസ്ഡ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ എവ്രിവൺ? ഓക്കെ, ഇനി ഈ ടൈമിംഗ് ഡിഫറൻസിൽ ഈ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നമ്മുടെ കറണ്ട് ടാക്സ് വരുമ്പോൾ നമ്മളുടെ കറണ്ട് ടാക്സിൻ്റെ എൻട്രി എന്ന് പറയുന്നത് എത്രയാണോ ടാക്സേഷൻ ലോ പ്രകാരമുള്ള എമൗണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എൻട്രി പാസ് ചെയ്യും. അവിടെ എത്രയാണ് ടാക്സ് എക്സ്പെൻസ് വരുന്നതിന് നമ്മൾ എൻട്രി പാസ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും: കറണ്ട് ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്, കറണ്ട് ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കറണ്ട് ടാക്സ് ലയബിലിറ്റി എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്. കറണ്ട് ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട്, ഇതായിരിക്കും നമ്മൾ കറണ്ട് ടാക്സിന് വേണ്ടി പാസ് ചെയ്യുന്ന എൻട്രി. ഓക്കെ, ഇനി ഡെഫേർഡ് ടാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി, ഡെഫേർഡ് ടാക്സിന് ഇമ്പാക്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ടിംഗ് ഇൻകവും ടാക്സബിൾ ഇൻകവും നമ്മളുടെ ഡിഫറൻസസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ടിംഗ് ഇൻകവും ടാക്സബിൾ ഇൻകവും നമ്മളുടെ ഡിഫറൻസസ് ചെക്ക് ചെയ്തപ്പം പെർമനന്റ് ഡിഫറൻസ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യേണ്ട, അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും. ടൈമിംഗ് ഡിഫറൻസ് ആണെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഇമ്പാക്റ്റ് ഉള്ളത്. അപ്പോൾ ഈ ടൈമിംഗ് ഡിഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് അതിൻ്റെ നേച്ചർ അനുസരിച്ച് വീണ്ടും രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ടൈമിംഗ് ഡിഫറൻസിനെയും അതിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടൈമിംഗ് ഡിഫറൻസസും രണ്ട് ടൈപ്പ് വരാം. ടൈമിംഗ് ഡിഫറൻസസ് നമുക്ക് രണ്ട് രീതിയിൽ വരാം. ഒന്നാണ് ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ്. ടൈമിംഗ് ഡിഫറൻസിന്റെ ഒന്നാമത്തെ ടൈപ്പാണ് ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ്. ടൈമിംഗ് ഡിഫറൻസിന്റെ രണ്ടാമത്തെ ടൈപ്പാണ് ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ്. ടൈമിംഗ് ഡിഫറൻസിന്റെ ഒന്നാമത്തെ ടൈപ്പാണ് ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ്, രണ്ടാമത്തെ ടൈപ്പാണ് ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടൈമിംഗ് ഡിഫറൻസ് വന്നു, അതിൻ്റെ ഇഫക്റ്റ് നമ്മളുടെ ഡെഫേർഡ് ടാക്സിന്റെ മീനിങ് നമ്മൾ നോക്കിയേ. ഡെഫേർഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഫ്യൂച്ചർ ടാക്സ് കോൺസിക്വൻസ് ഓൺ ദി ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഇറ്റ് ഈസ് ദി ഫ്യൂച്ചർ ടാക്സ് കോൺസിക്വൻസ് ഓൺ ദി ടൈമിംഗ് ഡിഫറൻസ്. ഈ ഡിഫറൻസ് കൊണ്ട് ഫ്യൂച്ചറിൽ എന്ത് ഇമ്പാക്ട് ഉണ്ടാകുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഡിഫറൻസ് കൊണ്ട് ഫ്യൂച്ചറിലെ ടാക്സിൽ എന്ത് ഇമ്പാക്ട് വരും? ഫ്യൂച്ചറിലെ ടാക്സ് കൂട്ടുമോ, ഫ്യൂച്ചറിലെ ടാക്സ് കുറയ്ക്കുമോ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മളുടെ ഒരു ടൈമിംഗ് ഡിഫറൻസ് ഉണ്ട്. ആ ടൈമിംഗ് ഡിഫറൻസ് ഇഫ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ഓക്കെ, ഒരു ടൈമിംഗ് ഡിഫറൻസ് ഇഫ് ഇറ്റ് വിൽ റിസൾട്ട് ഇൻ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ, ഫ്യൂച്ചറിലെ ടാക്സ് ബുക്സിലുള്ളതിനേക്കാൾ കൂട്ടും, അക്കൗണ്ടിങ് ഇൻകത്തേക്കാൾ ഫ്യൂച്ചറിലെ ടാക്സ് കൂട്ടുന്ന രീതിയിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് വിളിക്കും. ദിസ് വിൽ റിസൾട്ട് ഇൻ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ ആസ് കമ്പയർഡ് ടു അക്കൗണ്ടിങ് പ്രോഫിറ്റ്. ഓക്കെ ആണോ? ഓക്കെ, ഏതെങ്കിലും ഒരു ഡിഫറൻസ് കൊണ്ട് ഇപ്പം നമ്മൾ കുറേ ഡിഡക്ഷൻ ഇൻകം ടാക്സിൽ നേരത്തെ എടുത്ത് നമ്മൾ ഈ വർഷത്തെ ടാക്സബിൾ ഇൻകം കുറച്ച് വെച്ചേക്കുവാണ്. ഇതിന്റെ ഇഫക്റ്റ് കൊണ്ട് ഫ്യൂച്ചറിൽ നമ്മൾ എന്താണ് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്നത് കുറഞ്ഞു പോകും ആസ് കമ്പയർഡ് ടു ബുക്സ്. അപ്പോൾ അന്ന് നമ്മൾ അക്കൗണ്ട്സിലുള്ള ഇൻകത്തേക്കാൾ കൂടുതൽ എമൗണ്ടിൽ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അങ്ങനെ ഫ്യൂച്ചറിലെ ടാക്സ് കൂട്ടുന്ന ഇഫക്റ്റ് ഉള്ള ഐറ്റമാണ് ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തേക്കുവാണ്? ഇൻകം ടാക്സ് ലോയുടെ ബെനഫിറ്റ് എടുത്തുകൊണ്ട് ഇപ്പോൾ ഡ്യൂ ആയ ഒരു ടാക്സിനെ ഫ്യൂച്ചറിലേക്ക് ഡെഫർ ചെയ്തേക്കുവാണ്. ശരിയല്ലേ? ശരിയാണോ? നമ്മൾ ഈ വർഷം കൂടുതൽ ഡിഡക്ഷൻ എടുക്കുവാണ്, അല്ലെങ്കിൽ ഈ വർഷം ഒരു ഇൻകം ടാക്സിൽ എടുത്തില്ല,
ഓക്കെ, എന്താ ടാക്സേഷൻ ലോയുടെ ബെനിഫിറ്റ് എടുത്തുകൊണ്ട് ബുക്സിൽ കാണിച്ച ഒരു ഇൻകം ഈ വർഷം എടുത്തില്ല, അല്ലെ ബുക്സിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്തു, അങ്ങനെ നമ്മളുടെ ടാക്സബിൾ ഇൻകം കുറച്ച് വെച്ചേക്കുവാണ്. ഇനി അത് ഫ്യൂച്ചറിൽ അതിനോട് ചേർത്ത് ടാക്സ് പേ ചെയ്യേണ്ടി വരും. അങ്ങനെ ടാക്സേഷൻ ലോയുടെ ബെനിഫിറ്റ് എടുത്തുകൊണ്ട് ഇപ്പോൾ ഡ്യൂ ആയ ഒരു ടാക്സ് ഫ്യൂച്ചറിലേക്ക് ഡെഫർ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? റൈറ്റ്? അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കറണ്ട് ടാക്സ് എടുത്തപ്പോൾ അതുകൂടി ടാക്സ് എക്സ്പെൻസ് വന്നിട്ടില്ല, അപ്പൊ നമ്മളുടെ എക്സ്പെൻസ് കുറഞ്ഞു കിടക്കുവാണ്. ഡെഫർ ടാക്സ് എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഡെഫർ ടാക്സ് എക്സ്പെൻസ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഡെഫർ ടാക്സ് എക്സ്പെൻസ് ആൻഡ് ലയബിലിറ്റി ടു ബി റെക്കഗ്നൈസ്ഡ്. ഓക്കെ ആണോ? ഇങ്ങനെ ടാക്സ് കൂട്ടുന്ന ഇഫക്റ്റ് ഉള്ളതാണെങ്കിൽ ഡെഫർ ടാക്സ് എക്സ്പെൻസും ലയബിലിറ്റിയും റെക്കഗ്നൈസ് ചെയ്യണം. ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻക്രീസ്ഡ് ഡിപ്രീസിയേഷൻ ഇൻ ഇൻകം ടാക്സ്. ഇൻക്രീസ്ഡ് ഡിപ്രീസിയേഷൻ ഇൻ ഇൻകം ടാക്സ്. ഇൻകം ടാക്സിൽ നമ്മൾ കൂടുതൽ ഡിപ്രീസിയേഷൻ ഇനീഷ്യൽ ഇയേഴ്സിൽ എടുക്കുന്നു, അപ്പോൾ അക്കൗണ്ട്സിലുള്ളതിനേക്കാൾ കുറവായിരിക്കും ടാക്സബിൾ ഇൻകം. ഇനി ഫ്യൂച്ചർ ഇയേഴ്സിൽ എന്ത് സംഭവിക്കും? ബുക്സിൽ വീണ്ടും ഡിപ്രീസിയേഷൻ ഏതാണ് നോർമൽ രീതിയിൽ പ്രൊവൈഡ് ചെയ്തു പോകും. ഇൻകം ടാക്സിൽ ആദ്യമേ കൂടുതൽ എടുത്തുകൊണ്ട് കുറേ വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ബുക്സിലുള്ളതിനേക്കാൾ കുറവേ ഡിപ്രീസിയേഷൻ എടുക്കാൻ പറ്റുള്ളൂ. ആ പീരീഡുകളിലെ ടാക്സ് കൂട്ടും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഡിഫറൻസുകൾ വരുമ്പോൾ ഡെഫർ ടാക്സ് എക്സ്പെൻസും ലയബിലിറ്റിയും റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ വരുന്ന ഇഫക്റ്റ് വരുമ്പം ഇവിടെ എന്താണോ ടാക്സ് ഇഫക്റ്റ് വരുന്നതെന്ന് നോക്കി നമുക്ക് ഇത് വരുമ്പോൾ when taxable timing difference when it arises, നമ്മളുടെ എൻട്രി എന്ന് പറയുന്നത് നമ്മളുടെ ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. എത്രയാണോ ടൈമിംഗ് ഡിഫറൻസ് ഇൻറ്റു ഏതാണ് ടാക്സ് റേറ്റ് വെച്ചിട്ട് ഇൻറ്റു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ ആണോ? ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിരിക്കും ഒരു ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ് വരുമ്പോൾ നമ്മളുടെ ജേണൽ എൻട്രി. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഇനി അത് ഫ്യൂച്ചറിൽ റിവേഴ്സ് ആകുമ്പോൾ ആ വർഷത്തെ കറണ്ട് ടാക്സ് കൂടിക്കിടക്കുമായിരിക്കും. അത് റിവേഴ്സ് ആകുന്ന പീരീഡ് വരുമ്പം അന്നത്തെ കറണ്ട് ടാക്സ് കൂടിക്കിടക്കുമായിരിക്കും. അപ്പോൾ ആ കറണ്ട് ടാക്സ് കൂടിക്കിടക്കുമ്പോൾ അതിനെ കുറയ്ക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പേ ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഒരു ലയബിലിറ്റി ഇപ്പൊ കറണ്ട് ടാക്സിന്റെ കൂടെ നമ്മൾ ലയബിലിറ്റി ആയിട്ട് ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഡെഫർ ടാക്സിൽ ഇനി ആ ലയബിലിറ്റി നിർത്തണ്ട. അപ്പൊ ലയബിലിറ്റിനെ റിവേഴ്സ് ചെയ്യണം. ഡെഫർ ടാക്സ് ലയബിലിറ്റി അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെഫർ ടാക്സ് എക്സ്പെൻസ് ആയിരിക്കും ഈ പറയുന്ന സാധനം റിവേഴ്സ് ആകുമ്പോൾ ഉള്ള നമ്മളുടെ എൻട്രി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായിരുന്നു? ടാക്സബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റിസൾട്ട് ഇൻ മോർ ടാക്സ് ഇൻ ഫ്യൂച്ചർ. ഡിഡക്റ്റബിൾ എന്തായിരിക്കും? ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ലെസ് ടാക്സ് ഇൻ ഫ്യൂച്ചർ. ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ലെസ് ടാക്സ് ഇൻ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലെ ടാക്സ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മളുടെ ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് വിളിക്കുക. ഫ്യൂച്ചറിലെ ടാക്സ് കുറയ്ക്കുന്ന ഇഫക്റ്റ് ഉള്ള ഐറ്റം ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? നമുക്കിപ്പോൾ ഒരു ഡിഫറൻസ് വന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ഡിസലവൻസ് വന്നു. ആ ഡിസലവൻസ് വന്നതുകൊണ്ട് ഈ വർഷത്തെ ടാക്സബിൾ ഇൻകം കൂടി. ഇനി അത് പേ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്ഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഈ വർഷത്തെ ടാക്സബിൾ ഇൻകം അത് കൂട്ടി. ഓക്കെ, എന്നിട്ട് ഫ്യൂച്ചറിൽ അത് എന്ത് സംഭവിക്കും? പേ ചെയ്യുമ്പം അന്നത്തെ ടാക്സബിൾ ഇൻകം കുറയ്ക്കും. അപ്പൊ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് കൊണ്ട് വരുന്ന ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പ്രീപെയ്ഡ് എക്സ്പെൻസ് നടത്തിയതുപോലെയുള്ളൂ. ശരിയല്ലേ? നമ്മളൊരു പ്രീപെയ്ഡ് എക്സ്പെൻസ് പോലെയുള്ളൂ. നേരത്തെ പിന്നീട് പേ ചെയ്യേണ്ട ഒരു ടാക്സിനോട് ഇപ്പം നേരത്തെ കൂട്ടി നമ്മൾ കുറച്ച് പേയ്മെന്റ് നടത്തിയതുപോലെ ഇമ്പാക്റ്റ് ഉള്ളൂ. ശരിയാണോ? ശരിയാണോ? അപ്പം അതനുസരിച്ച് കുറവ് പേ ചെയ്താൽ മതി ഫ്യൂച്ചറിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ ഉള്ളപ്പം നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ആൻഡ് അതിൻ്റെ ആ അസറ്റിൻ്റെ വരുമ്പം നമ്മളുടെ കറണ്ട് ടാക്സ് ഇപ്പോൾ കൂടിക്കിടക്കുമായിരിക്കും. അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഡെഫർ ടാക്സ് ബെനഫിറ്റ് ഒരു ഇൻകം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഡെഫർ ടാക്സ് ഇൻകം ആയിരിക്കും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എക്സ്പെൻസിനെ കുറയ്ക്കാൻ.
ഡെഫേർഡ് ടാക്സ് ഇൻകവും അത് എക്സ്പെൻസിൽ ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് ടു എക്സ്പെൻസ്, അതാണ് ഇൻകം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുക. ഡെഫേർഡ് ടാക്സ് ഇൻകവും ആൻഡ് ഡെഫേർഡ് ടാക്സ് അസറ്റും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ ആണോ? ഡെഫേർഡ് ടാക്സ് ഇൻകവും ഡെഫേർഡ് ടാക്സ് അസറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? നമുക്ക് ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് വന്നാൽ ഡെഫേർഡ് ടാക്സ് ഇൻകവും ഡെഫേർഡ് ടാക്സ് അസറ്റും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ആണ്, ഇങ്ങനെയുള്ള ഒരു ഡിഫറൻസിൻ്റെ എക്സാമ്പിൾ ആണ് 43B ഡിസലവൻസ്. നമ്മളൊരു എമൗണ്ട് അക്രൂവൽ ബേസിസിൽ നമ്മളുടെ ബുക്സിൽ എടുത്തു, പക്ഷേ ഇൻകം ടാക്സിൽ അതെന്താണ് പേ ചെയ്യാത്തതുകൊണ്ട് ഡിസലൗഡ് ആയി ആ വർഷം. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും? ബുക്സിൽ അങ്ങനെയുള്ള എക്സ്പെൻസ് ഓൾറെഡി എടുത്തു പോയതാണ്, പിന്നെ നെക്സ്റ്റ് ഇയറിൻ്റെ PNL വരില്ല. ബട്ട് ഇൻകം ടാക്സിൽ അത് പേ ചെയ്യുന്ന ഇയറിൽ ഡിഡക്ഷൻ കിട്ടും. അപ്പം 43B ഡിസലവൻസ് എന്ന് പറയുന്നത് ഈ വർഷം ഈ ഡിഫറൻസ് കൊണ്ട് നമ്മൾ കൂടുതൽ ടാക്സ് പേ ചെയ്യേണ്ടി വന്നു, ഫ്യൂച്ചറിലെ ടാക്സ് അത് കുറയ്ക്കും. അങ്ങനത്തെ ഡിഫറൻസിനെയാണ് ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് എന്ന് വിളിക്കുക. അപ്പം ഇതിൻ്റെ എൻട്രി നോക്കിയാൽ എങ്ങനെയായിരിക്കും? വെൻ ഇറ്റ് എറൈസസ്, അത് വരുമ്പോൾ വെൻ ഇറ്റ് എറൈസസ് നമ്മൾ എന്ത് ചെയ്യും? ഡെഫേർഡ് ടാക്സ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് എന്ന എൻട്രി പാസ് ചെയ്യും. ഡെഫേർഡ് ടാക്സ് ഇൻകം എന്ന് പറഞ്ഞാൽ എക്സ്പെൻസിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കും. ഓക്കെ അല്ലേ? ഡെഫേർഡ് ടാക്സ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് എന്ന എൻട്രി പാസ് ചെയ്യും. അതുപോലെ തന്നെ അത് റിവേഴ്സ് ചെയ്യുമ്പോൾ വെൻ ഇറ്റ് റിവേഴ്സസ് നമ്മൾ എന്ത് എൻട്രി പാസ് ചെയ്യും? ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ്. ഇത് റിവേഴ്സ് ആകുമ്പോൾ ഫ്യൂച്ചറിലെ ടാക്സ് കുറഞ്ഞു കിടക്കുവാണ്, കറണ്ട് ടാക്സ് കുറഞ്ഞു കിടക്കുവാണ്. ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് മാച്ചിങ് കോൺസെപ്റ്റ് അനുസരിച്ച് അക്കൗണ്ട് ഇൻകമായിട്ട് മാച്ച് ആവുന്നതാക്കും. ഇനി നമ്മുടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് അത് ഇപ്പം യൂട്ടിലൈസ്ഡ് ആകുവാണ്, അപ്പോൾ ഡെഫേർഡ് ടാക്സ് അസറ്റിൽ ക്രെഡിറ്റും കൊടുക്കും. ഇതാണ് നമ്മൾ ഡെഫേർഡ് ടാക്സിൽ AS22 ചെയ്യുന്നത്. ഓക്കെ ആണോ? AS22 എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ളത് ക്ലിയർ ആണോ? നമ്മൾ മാച്ചിങ് കോൺസെപ്റ്റ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ടിങ് ഇൻകവും എന്തുമായിട്ട് കമ്പയർ ചെയ്യും? നമ്മളുടെ ടാക്സബിൾ ഇൻകവുമായിട്ട് കമ്പയർ ചെയ്യും, ഡിഫറൻസസ് ഐഡന്റിഫൈ ചെയ്യും. ഡിഫറൻസിൽ പെർമനന്റ് ഡിഫറൻസും ടൈമിംഗ് ഡിഫറൻസും ഉണ്ടാവും. പെർമനന്റ് ഡിഫറൻസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യും, ടൈമിംഗ് ഡിഫറൻസസ് എടുക്കും. ആ ടൈമിംഗ് ഡിഫറൻസ് എടുത്തിട്ട് അതൊരു ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ് വന്നതാണോ റിവേഴ്സ് ആയതാണോ, ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് വന്നതാണോ റിവേഴ്സ് ആയതാണോ നോക്കി ആ ഡിഫറൻസ് എമൗണ്ടിന്മേൽ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്ത് ഡെഫേർഡ് ടാക്സ് റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ ആണോ? ഇതാണ് AS22 അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകത്തിൽ നമ്മൾ ടാക്സ് അക്കൗണ്ട് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യുന്ന മെത്തഡോളജി. ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറയുന്നത് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് ആണ്. AS22 നമ്മൾ നോക്കിയാൽ നമുക്ക് ഇവിടെ ഉള്ളത് എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് ആണ്, P&L അപ്രോച്ച് ആണ്, ഇൻകം സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച് ആണ്, P&L അപ്രോച്ച് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? നമ്മൾ അക്കൗണ്ടിങ് ഇൻകവും ടാക്സബിൾ ഇൻകവും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. P&L ഫിഗേഴ്സും ടാക്സ് കമ്പ്യൂട്ടേഷനും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ASന്റെ പെർസ്പെക്റ്റീവിൽ വരുമ്പം ഈ കമ്പാരിസൺ വെച്ചിട്ട് ഡെഫേർഡ് ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഇൻകമോ എക്സ്പെൻസോ വന്നാൽ അതെല്ലാം അൾട്ടിമേറ്റ്ലി P&Lനകത്ത് കയറ്റി അവിടെ അതിൻ്റെ ഇഫക്റ്റ് അക്കൗണ്ട് ചെയ്തിട്ടാണ് ആ സാധനം റിസർവ്സിലേക്ക് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത്. ശരിയല്ലേ? എന്തൊരു ഐറ്റം നമ്മൾ അക്കൗണ്ട് ചെയ്താലും ഈവൻ പ്രയർ പീരിയഡ് എററിന്റെ അഡ്ജസ്റ്റ്മെന്റ് പോലും എന്ത് ഐറ്റം വന്നാലും കറന്റ് ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് കയറ്റി ഇറക്കിയാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അക്കൗണ്ട് ചെയ്യുക. ശരിയല്ലേ? ശരിയാണല്ലോ? റൈറ്റ്. പക്ഷേ നമ്മളുടെ ഇൻഡ് ASൽ വരുമ്പം ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇൻഡ് ASൽ എല്ലാ ഐറ്റവും പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിലൂടെ അല്ല റൂട്ട് ചെയ്യുന്നത്. ഇൻഡ് ASൽ കോൺസെപ്ച്വലി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫിഗേഴ്സ് കിട്ടാൻ എല്ലാ സംഭവങ്ങളും നമ്മൾ ഏതിലൂടെ അല്ല റൂട്ട് ചെയ്യുന്നത്? നമ്മളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനുള്ളിലൂടെ അല്ല റൂട്ട് ചെയ്യുന്നത്.
നമുക്ക് ചില ഐറ്റം ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ ആയിരിക്കും റൂട്ട് ചെയ്യുന്നത്. ചില ഇൻകം എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അതർ കോംപ്രഹെൻസീവ് ഇൻകത്തിൽ കൂടിയായിരിക്കും കാണിക്കുക. ഇനി വേറെ ചില ഐറ്റം പ്രയർ പീരീഡ് എറർ റെക്ടിഫൈ ചെയ്തു, അല്ലെങ്കിൽ റെട്രോസ്പെക്റ്റീവ്ലി എന്തെങ്കിലും അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് ചെയ്തു, അങ്ങനത്തെ ഇഫക്റ്റ് ഒക്കെ നമ്മൾ പഴയ പീരിയഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ ആ അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുവന്നാണ് നമ്മളത് ചെയ്യുന്നത്. ശരിയല്ലേ? റൈറ്റ്? നമ്മളുടെ ഒരു പീരിയഡിൽ വന്നേക്കുന്ന എല്ലാ ഇൻകവും എക്സ്പെൻസും ആ പീരിയഡിന്റെ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരിയഡിലേക്ക് ഇൻഡേസ് പ്രകാരം കയറുന്നില്ല. ചിലത് OC-യിലായിരിക്കും പോയത്, ചിലത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലായിരിക്കും അഡ്ജസ്റ്റഡ് ആയത്. ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് വെറുതെ നമ്മളുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞ് P&L ഫിഗറിൽ നിന്ന് ടാക്സ് കമ്പ്യൂട്ടേഷനുമായിട്ട് കമ്പയർ ചെയ്താൽ എല്ലാ ഡെഫേർഡ് ടാക്സ് ഇഫക്റ്റും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ ആണോ? നമുക്ക് നേരെ വെറുതെ നമ്മളുടെ ഇൻകം സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ നമ്മളുടെ നമ്മളുടെ ടാക്സ് കമ്പ്യൂട്ടേഷനും തമ്മിൽ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? എത്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ഡെഫേർഡ് ടാക്സ് ഇഫക്റ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ലോജിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതുകൊണ്ട് ഇൻഡേസ് 12 വരുമ്പോൾ ഈ കോംപ്രഹെൻസീവ് കവറേജ് വരാൻ വേണ്ടി അവർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇൻകം സ്റ്റേറ്റ്മെന്റിൽ എന്ത് കാര്യം അക്കൗണ്ട് ചെയ്താലും അതിന്റെ കറസ്പോണ്ടിങ് ഇഫക്റ്റ് ബാലൻസ് ഷീറ്റിൽ വന്ന് കിടക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ബാലൻസ് ഷീറ്റ് അപ്രോച്ച് ഫോളോ ചെയ്യുക. ഇൻകം സ്റ്റേറ്റ്മെന്റ് അപ്രോച്ചിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്? we will compare accounting income with taxable income. ശരിയല്ലേ? Right? We'll compare accounting income with taxable income. On the differences, tax rate will be applied. And it will be directly taken to income statement. Okay, income statement or P&L. ഇതായിരിക്കും നമ്മളുടെ എന്ത് ചെയ്യുക? ഇൻകം സ്റ്റേറ്റ്മെന്റ് അപ്രോച്ച്. അക്കൗണ്ടിംഗ് ഇൻകവും ടാക്സബിൾ ഇൻകവും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും, ഡിഫറൻസ് കണ്ടുപിടിക്കും, ആ ഡിഫറൻസിന്മേൽ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യും, ആ കിട്ടുന്ന എമൗണ്ടിന് നേരെ എൻട്രി പാസ് ചെയ്യുവാണ് നമ്മൾ ചെയ്യുക. ഓക്കെ ആണോ? പകരം ഇവിടെ വരുമ്പോൾ നമ്മളുടെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ പറയുന്ന ബാലൻസ് ഷീറ്റ് അപ്രോച്ച്, ഇൻഡേസ് അല്ലെങ്കിൽ IFRS സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വരുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റ് അപ്രോച്ച് ഫോളോ ചെയ്ത് കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ ഡെഫേർഡ് ടാക്സ് അക്കൗണ്ട് ചെയ്യാൻ വേണ്ടി, അങ്ങനെ വരുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, നമ്മൾ എന്ത് ചെയ്യണം? We should compare the carrying amount in books. അതിനെ നമ്മൾ അക്കൗണ്ട് ബേസ് എന്ന് വിളിക്കും. ഓരോ അസറ്റ് ലയബിലിറ്റിയുടെ ബുക്കിലുള്ള വാല്യൂവിനെ നമ്മൾ അക്കൗണ്ട് ബേസിനെ ടാക്സ് ബേസുമായിട്ട് കമ്പയർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട്സിലുള്ള ഓരോ അസറ്റ്സെയും ലയബിലിറ്റീനും ടാക്സേഷൻ ലോ പ്രകാരം ജേണൽ എൻട്രി ഒക്കെ പാസ് ചെയ്തൊരു ബുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ആ ബുക്കിൽ ഏത് വാല്യൂവിൽ റെക്കോർഡ് ചെയ്യും എന്നുള്ള സംഭവം നമ്മളൊന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ ആ ടാക്സ് ബേസും അക്കൗണ്ട് ബേസുമായിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പം നമ്മൾ ഫിക്സഡ് അസറ്റ് ഒന്ന് ആലോചിച്ചാൽ, PPE ഒന്ന് ആലോചിച്ചാൽ, PPEയുടെ ഡിപ്രീസിയേഷൻ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മളുടെ ബുക്സിലുള്ള ക്യാരിയിങ് എമൗണ്ടും ടാക്സിന്റെ കമ്പ്യൂട്ടേഷൻ പ്രകാരം വരുന്ന WDV തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യണം. ലോജിക്ക് എത്തുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ബാലൻസ് ഷീറ്റിലുള്ള ഫിഗർ, അതും ടാക്സേഷൻ ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അതിലെ ഫിഗറും തമ്മിൽ കമ്പയർ ചെയ്യണം. ക്ലിയർ അല്ലേ?
ഓക്കെ, അക്കൗണ്ട് ബേസിനെ ടാക്സ് ബേസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ, ശരിക്കും എല്ലാ ലോയിലും, എല്ലാ ടാക്സേഷൻ ലോയിലും ടാക്സേഷൻ പ്രകാരം അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ല. ഓക്കെ, ടാക്സേഷൻ പ്രകാരം നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഉണ്ടാവില്ല. നമ്മൾ പക്ഷെ ടാക്സേഷൻ പ്രകാരം ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനവിടെ എന്ത് ബാലൻസ് വരുമെന്നുള്ളത് ഈ സ്റ്റാൻഡേർഡിലുള്ള പ്രൊവിഷൻ വെച്ച് കണ്ടുപിടിക്കണം. അങ്ങനെ ടാക്സേഷന് വേണ്ടി ഒരു ബാലൻസ് ഷീറ്റ് ഉണ്ടായിരുന്നെങ്കിലുള്ള വാല്യൂ അതിനെ നമ്മൾ ടാക്സ് ബേസ് എന്ന് പറഞ്ഞ് കമ്പ്യൂട്ട് ചെയ്യും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ പറയുന്ന ടാക്സ് ബേസും അക്കൗണ്ട് ബേസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അത് കമ്പയർ ചെയ്തതിന് ശേഷം സെക്കൻഡ്ലി നമ്മൾ എന്ത് ചെയ്യും? ഈ ടാക്സ് ബേസും അക്കൗണ്ട് ബേസും തമ്മിൽ കമ്പയർ ചെയ്തതിന് ശേഷം അവിടെയുള്ള ഡിഫറൻസസ് ഓൺ ദി ഡിഫറൻസസ്, ഓക്കെ, ഓൺ ദി ഡിഫറൻസസ് ഐഡന്റിഫൈഡ് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് വിൽ ബി അപ്ലൈഡ്. ഓക്കെ, ഓൺ ദി ഡിഫറൻസസ് നമ്മൾ എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യും. അപ്പൊ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് വിൽ അറൈവ് അറ്റ് ക്ലോസിംഗ് deferred tax liability or asset. ബാലൻസ് ഷീറ്റിൽ ഇയർ എൻഡിൽ എത്ര ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓർ അസറ്റ് വേണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന അക്കൗണ്ട് ബേസും ടാക്സ് ബേസും തമ്മിലുള്ള ഡിഫറൻസിൽ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടുക. ഈ വർഷം P&Lലേക്ക് പോകേണ്ട ഡയറക്റ്റ് എമൗണ്ട് അല്ല, ബാലൻസ് ഷീറ്റിൽ ആ ഡേറ്റിൽ എത്ര ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓർ അസറ്റ് വേണമെന്നാണ് അവിടെ ആ ഡിഫറൻസിൽ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്താൽ കിട്ടുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഡയറക്ട്ലി P&Lലേക്ക് എൻട്രി പാസ് ചെയ്യേണ്ട ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി എന്നോ ഡെഫേർഡ് ടാക്സ് അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഡെഫേർഡ് ടാക്സ് എക്സ്പെൻസ് എന്നോ ഒന്നും പറഞ്ഞ് ഡയറക്റ്റ് എൻട്രി പാസ് ചെയ്യാനായിട്ടുള്ള എമൗണ്ട് അല്ല ഡിഫറൻസ് ഇൻമേൽ ടാക്സ് റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബാലൻസ് ഷീറ്റ് അപ്രോച്ചിൽ കിട്ടുക. വാസ് ഓൺ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എത്രയായിരിക്കണം ക്ലോസിംഗ് ബാലൻസ് ഓഫ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ഓർ അസറ്റ് എന്നായിരിക്കും കിട്ടുക. കാര്യം കത്തുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യും? ദി ക്ലോസിംഗ് DTA ഓർ DTL will be compared with opening balance and എന്ത് ചെയ്യും? ഡിഫറൻസ് will be accounted in profit or loss if its effects are accounted through profit or loss. ഒരൈറ്റത്തിന്റെ ഇഫക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസിലൂടെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, അക്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള അസറ്റ്സ് ലയബിലിറ്റിയുടെ ഇപ്പൊ ഡിപ്രീസിയേഷൻ P&L വരുന്ന ഐറ്റം ആണ്, അതുകൊണ്ട് വന്ന ഡിഫറൻസ് ആണെങ്കിൽ ആ ഡെഫേർഡ് ടാക്സിന്റെ ഇഫക്റ്റ് നമ്മൾ P&L എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ OCIയിൽ if its effects are accounted through OCI, ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ ഇഫക്റ്റ് OCI വഴിയാണ് അക്കൗണ്ട് ചെയ്തെങ്കിൽ OCയിലേക്ക് എടുക്കും. അല്ല നമ്മൾ പ്രയർ പീരീഡ് എറർ റെക്ടിഫൈ ചെയ്തുകൊണ്ട് വന്നേക്കുന്ന ഡെഫേർഡ് ടാക്സ് ഇഫക്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിങ് പോളിസി ചേഞ്ച് കൊണ്ട് വന്നേക്കുന്ന ഡെഫേർഡ് ടാക്സ് ഇഫക്റ്റ് ആണെങ്കിൽ അത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ലെവലിലാണ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇഫ് ഇറ്റ്സ് ഇഫക്റ്റ് ആർ അക്കൗണ്ടഡ് ത്രൂ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി, SOCI, then ആ ഇഫക്റ്റ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ അക്കൗണ്ട് ചെയ്യും. ക്ലിയർ ആണ്? ഡിഫറൻസ് എമൗണ്ട് ഓപ്പണിംഗ് ക്ലോസിംഗ് നമ്മളുടെ ഡിഫറൻസ് ആണ് നമ്മൾ ഡെഫേർഡ് ടാക്സ് ആയിട്ട് അക്കൗണ്ട് ചെയ്യേണ്ട ഫിഗർ ആയിട്ട് വരുന്നത്. അതിൽ നമ്മൾ കൃത്യമായിട്ട് നോക്കുക, അവിടെ ആ ഏതെങ്കിലും ഒരു അസറ്റ് ലയബിലിറ്റി കൊണ്ട് നമ്മളുടെ ഒരു ടാക്സ് ഇഫക്റ്റ് ഒരു ഡിഫറൻസ് അക്കൗണ്ട് ചെയ്യാനായിട്ടുണ്ട്. ക്ലോസിംഗ് ഓപ്പണിംഗ് നമ്മളുടെ ഡെഫേർഡ് ടാക്സിന്റെ എമൗണ്ട് ഒരു ഐറ്റത്തിൽ മാറുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറൻസിന്റെ ഇഫക്റ്റ്, അതിന്റെ ക്യാരിയിങ് എമൗണ്ടിൽ വന്നേക്കുന്ന ആ അസറ്റ് ലയബിലിറ്റിയുടെ വാല്യൂ ചേഞ്ചിൽ വന്നേക്കുന്ന ഇതിന്റെ ഇഫക്റ്റ് P&L ത്രൂ ആണോ
OCI ത്രൂ ആണോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ത്രൂ ആണോ പോയേക്കുന്നത്, ഏതു വഴിയാണോ പോയേക്കുന്നത് അങ്ങനെ വരുന്ന അവിടെ ആ സ്റ്റേറ്റ്മെന്റ് പറയും. P&L വഴിയാണ് വരുന്നതെങ്കിൽ P&L ടാക്സ് ഇഫക്റ്റ് അക്കൗണ്ട് ചെയ്യുക, OCI വഴിയാണെങ്കിൽ OCI ത്രൂ അക്കൗണ്ട് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ അക്കൗണ്ട് ചെയ്യുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതാണ് ബാലൻസ് ഷീറ്റ് അപ്രോച്ച്. ഈ അപ്രോച്ച് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? നമ്മൾ എന്തല്ല കമ്പയർ ചെയ്യുന്നത്, ഡയറക്ട്ലി P&Lലുള്ള പ്രോഫിറ്റും ടാക്സബിൾ ഇൻകവും തമ്മിൽ അല്ല കമ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്ത് തമ്മിൽ കമ്പയർ ചെയ്യും? ടാക്സേഷന്റെ ബാലൻസ് ഷീറ്റും അക്കൗണ്ട്സിലെ ബാലൻസ് ഷീറ്റും തമ്മിൽ കമ്പയർ ചെയ്യും. ക്ലോസിംഗിലുള്ള ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി നമ്മൾ എന്നിട്ട് കണ്ടുപിടിക്കും. അതും ഓപ്പണിംഗ് നമ്മളുടെ ഡിഫറൻസ് ആയിരിക്കും ഈ വർഷം അക്കൗണ്ട് ചെയ്യേണ്ടത്. ആ ഡിഫറൻസ് എമൗണ്ടിന് നമ്മൾ P&Lലാണോ OCIയിലാണോ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിലാണോ എവിടെയാണ് അതിന്റെ ഇഫക്റ്റ് അക്കൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കി ആ ഡെഫേർഡ് ടാക്സ് ഇഫക്റ്റ് അവിടെ അക്കൗണ്ട് ചെയ്യും. ഇപ്പൊ PPA തന്നെ ഡിപ്രീസിയേഷൻ കൊണ്ടും നമ്മുടെ PPA കുറഞ്ഞിട്ടുണ്ടാവും, ഇമ്പയർമെന്റ് ലോസ് കൊണ്ട് PPA കുറഞ്ഞിട്ടുണ്ടാവും, റീവാലുവേഷൻ കൊണ്ട് PPA കൂടിയിട്ടുണ്ടാവും. അപ്പൊ റീവാലുവേഷൻ കൊണ്ട് വന്ന ഇഫക്റ്റ് നമ്മൾ OCIയിലായിരിക്കും അക്കൗണ്ട് ചെയ്യുക. അപ്പൊ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോർഷൻ OCI കൊണ്ടുപോകണം. ഡിപ്രീസിയേഷനോ ഇമ്പയർമെന്റോ ആണെങ്കിൽ അത് P&L കൂടെ റൂട്ട് ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് വന്നേക്കുന്ന ഡിഫറൻസ് ആണെങ്കിൽ P&L പോകണം. ലോജിക്ക് ക്ലിയർ ആണോ? ലോജിക്ക് ക്ലിയർ ആണോ എവ്രിവൺ? ഓക്കെ ആണോ? ഓക്കെ, ഇതാണ് നമ്മളുടെ ഡെഫേർഡ് ടാക്സിന്റെ ഇൻകം ടാക്സിന്റെ സ്റ്റാൻഡേർഡിന്റെ ലോജിക് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ആ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ അപ്പോൾ നമുക്കൊന്ന് കവർ ചെയ്യാം. ഓക്കെ, നോക്കിയേ, Ind AS 12ന്റെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയുവാണ്, ദ സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബ്സ് ദി അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഓഫ് ഇൻകം ടാക്സസ് ആൻഡ് ഫോളോസ് ദി കോൺസെപ്റ്റ് ഓഫ് മാച്ചിങ് എക്സ്പെൻസ് അഗെയിൻസ്റ്റ് റവന്യൂ ഫോർ ദി പീരീഡ്. The profit as per statement of P&L for the year and income assessed under Income Tax Act will be different due to conflict between accounting principles and taxation provisions. Thus, tax expense computed as per taxation law may not be the actual tax expense matching with the revenue recognized for the period. This standard provides guidance for accounting the difference in tax due to such conflicts. അപ്പോൾ അതിൽ നമ്മളൊരു ടാക്സിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി വരുവാണെങ്കിൽ അതിൽ ടാക്സ് എക്സ്പെൻസിൽ രണ്ട് കോമ്പണന്റ് ആണുള്ളത്, കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും. ഇവിടെ ഈ കറന്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഇൻകം ടാക്സ് പേയബിൾ ഓർ റിക്കവറബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ നമ്മൾ ASൽ പറഞ്ഞതുപോലെ തന്നെ ടാക്സ് ഡ്യൂ ഇൻ അക്കോർഡൻസ് വിത്ത് ടാക്സേഷൻ ലോ, ടാക്സ് ഡ്യൂ ഓർ ടാക്സ് കമ്പ്യൂട്ടഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ടാക്സേഷൻ ലോയാണ് നമ്മളുടെ കറന്റ് ടാക്സ്. ഇവിടെയും മാറ്റമൊന്നുമില്ല. ഇതിനെ കറന്റ് ടാക്സ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കറന്റ് ടാക്സ് ലയബിലിറ്റി എന്ന എൻട്രി നമ്മൾ പാസ് ചെയ്യും. ഇനി ഡെഫേർഡ് ടാക്സിന്റെ മീനിങ് ഇവിടെ പറയുന്നത് ഏതിന്റെ പെർസ്പെക്റ്റീവിലാണ്? ബാലൻസ് ഷീറ്റ് പെർസ്പെക്റ്റീവിലാണ്. അപ്പോൾ അവർ പറയുന്നതാണ്, ഇറ്റ് ഈസ് ദി ഫ്യൂച്ചർ ടാക്സ് കോൺസിക്വൻസ് arise due to future recovery of carrying amount of an asset or settlement of carrying amount of liability that are recognized in its balance sheet. നമ്മുടെ ബാലൻസ് ഷീറ്റിലുള്ള ഒരു അസറ്റ് നമ്മൾ ഫ്യൂച്ചറിൽ സെറ്റിൽ ചെയ്യുമ്പോൾ വരുന്ന ഫ്യൂച്ചറിൽ ഒരു ടാക്സ് ഇഫക്റ്റോ അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി നമ്മൾ സെറ്റിൽ ചെയ്യുമ്പോൾ അന്നേരം നമുക്ക് വരുന്ന ടാക്സ് ഇഫക്റ്റോ, ഇപ്പം നമ്മളുടെ അക്കൗണ്ട്സിലും ടാക്സിലും ഒരു ഐറ്റം ഏതാണ് ഡിഫറൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തതുകൊണ്ട് ഫ്യൂച്ചറിൽ ഈ അസറ്റിന്റെ വാല്യൂ റിക്കവർ ചെയ്യുമ്പോൾ എന്താണോ ഇതുകൊണ്ട് വരുന്ന ടാക്സ് ഇഫക്റ്റ്, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി സെറ്റിൽ ചെയ്യുമ്പം ഇതുകൊണ്ട് വരുന്ന ടാക്സ് ഇഫക്റ്റ് എന്താണോ ആ ഫ്യൂച്ചർ ടാക്സ് കോൺസിക്വൻസിനെയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് വിളിക്കുക. അപ്പോൾ അവർ ബാലൻസ് ഷീറ്റ് അപ്രോച്ചിലേക്ക്, ബാലൻസ് ഷീറ്റ് അപ്രോച്ചിന്റെ ബേസിസിൽ ഡെഫേർഡ് ടാക്സിന്റെ മീനിങ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഡെഫേർഡ് ടാക്സ് എന്താണെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇറ്റ് ഇസ് ദി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ഫ്യൂച്ചർ ടാക്സ് കോൺസിക്വൻസ് ഓൺ ദി ടെമ്പററി ഡിഫറൻസസ്. ഓക്കെ, അക്കൗണ്ട്സിലും ഇൻകം ടാക്സിലും നമ്മൾ പല ഐറ്റവും ഡിഫറെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് വരുന്ന പല ടെമ്പററി ഡിഫറൻസസ് ഉണ്ട്. ആ ടെമ്പററി ഡിഫറൻസ് കൊണ്ട് വരുന്ന ഫ്യൂച്ചർ ടാക്സ് ഇഫക്റ്റിനെയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഫ്യൂച്ചർ ടാക്സ് ഫ്യൂച്ചറിൽ എന്താണ് നമ്മുടെ അക്കൗണ്ട്സിലും ടാക്സിലും പല ഐറ്റവും ഡിഫറെൻ്റ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് വരുന്ന ടെമ്പററി ഡിഫറൻസിലുള്ള ടാക്സ് ഇഫക്റ്റിനെയാണ് ഡെഫേർഡ് ടാക്സ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി ടാക്സ് ഇഫക്റ്റ് എവിടെ അക്കൗണ്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞൊരു കാര്യം നോക്കിയേ,
ടാക്സ് ഇഫക്റ്റ്, ടാക്സ് എക്സ്പെൻസ്, അതിന്റെ റിലേറ്റഡ് ഐറ്റം പി ആൻഡ് എൽ അല്ല റെക്കഗ്നൈസ് ചെയ്തതെങ്കിൽ നമ്മൾ നോക്കുക OCA ത്രൂ റെക്കോർഡ് ചെയ്തതാണോ എങ്കിൽ ടാക്സ് ഇഫക്റ്റ് OCL റെക്കോർഡ് ചെയ്യണം. ഡയറക്ട്ലി സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ച് ഇൻ ഇക്വിറ്റിയിലാണോ എങ്കിൽ ടാക്സ് ഇഫക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയിൽ അക്കൗണ്ട് ചെയ്യണം. ഇനി അത് പി ആൻഡ് എല്ലിലേക്ക് അക്കൗണ്ട് ചെയ്തതാണോ എങ്കിൽ ടാക്സ് ഇഫക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡിൽ വേണം. ഇനി ഇതിലും ഞാൻ ഒന്നുകൂടി പറയുവാണ്, ഈ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് വരാം, ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് വരാം. പി ആൻഡ് എല്ലിലെ കണ്ടിന്യൂയിങ് ഡിസ്കണ്ടിന്യൂയിങ് എന്ന് പറഞ്ഞ് നമ്മൾ പിന്നെയും തിരിക്കണം. ഓക്കെ അല്ലേ? അത് നമ്മൾ ഇൻഡേസ് 105ന്റെ ആപ്ലിക്കേഷനും ഇൻഡേസ് 1ന്റെ ആപ്ലിക്കേഷനും ഷെഡ്യൂൾ 3യുടെ പ്രസന്റേഷൻ കൂടി വരുമ്പോൾ ഒരു പീരിയഡിൽ നമ്മളുടെ പി ആൻഡ് എല്ലിൽ പോകുന്നത് പിന്നെയും നമ്മൾ കണ്ടിന്യൂയിങ് ഡിസ്കണ്ടിന്യൂയിങ് എന്ന് പറഞ്ഞും തിരിക്കേണ്ടതായിട്ട് വരും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതാണ് ടാക്സ് ഇഫക്റ്റ് അക്കൗണ്ട് ചെയ്യേണ്ടതിന്റെ ഒരു സംഭവമുള്ളത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഡിപ്ലോമ ഇൻ IFRSൽ വന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആ ഡിപ്ലോമ ഇൻ IFRSൽ ഒരു ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് ഏതിലേക്ക് വരാം? ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണോ?